ലാസ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു പോയിന്റ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നോക്കി. അപ്പൊ ഈ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പോയിന്റ്സിനെ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ആക്കുക എന്നുള്ളത് നോക്കാം. എല്ലാ പോയിന്റും കൂടിയിട്ട് ഓൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഓൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അതല്ലാതെ ഇപ്പൊ ഇതിലുള്ള പോയിന്റിൽ തന്നെ പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിനെ ഒരു ഗ്രൂപ്പ് ആക്കണം. അപ്പൊ പോണ്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ കാണുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഏതാണ് പോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്, പോയിന്റ് ഏതാ, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കണം. സോ ആദ്യം തന്നെ ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയിന്റ് ഗ്രൂപ്പിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് ഗ്രൂപ്പിന് പേര് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോണ്ട് എന്നാണ് ഗ്രൂപ്പിന് നെയിം കൊടുക്കുന്നത്. പോയിന്റിന്റെ സ്റ്റൈല് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പല ടൈപ്പ് സ്റ്റൈല്, ബേസിക് എന്നുള്ള സ്റ്റൈല് വരുന്നുണ്ട്. ഇനി പുതിയ ഒരു സ്റ്റൈലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് കോപ്പി കറന്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബേസിക്കിന്റെ തന്നെ ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എങ്ങനെയാണോ പോയിന്റ് വേണ്ടത്, സ്റ്റൈല് വേണ്ടത്, അതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു മാർക്കർ സെലക്ട് ചെയ്തിട്ട് ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ തന്നെ ഒരു സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ആ സ്റ്റൈലാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റൈല് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ലേബൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുള്ളത്. പോയിന്റിന്റെ എലിവേഷനും ഡിസ്ക്രിപ്ഷനും കൂട്ടിയിട്ട് ഒരു ലേബൽ സ്റ്റൈല് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്താണ് പോണ്ടിന്റെ പോയിന്റ്സ് ഏതൊക്കെയാന്നുള്ളത് കൊടുത്തിട്ടില്ല. അപ്പൊ പോണ്ടിന് ഏതൊക്കെ പോയിന്റ്സ് ആണ് വരുന്നതെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടിനെ വീണ്ടും സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിലേക്ക് എത്തി. ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഫോണ്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അറിയുന്നത്. അപ്പൊ ഇൻക്ലൂഡിൽ പോയി വിത്ത് റോ ഡിസ്ക്രിപ്ഷൻസ് മാച്ചിങ് സെലക്ട് ചെയ്യുക. ഫോണ്ട് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. POND ആഡ് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഫോണ്ട് എന്നുള്ള പോയിന്റിന്റെ എല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷനും ആ പോയിന്റ് സ്റ്റൈലും മാറി, വിത്ത് എലിവേഷൻ ആ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. പോണ്ട് ഇവിടെ നോർത്തിലും സൗത്തിലും പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ സൗത്തിലെ പോണ്ടിനെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ പോണ്ടിനെ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിലേക്ക് പോയി ഇവിടെ എക്സ്ക്ലൂഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ വിത്ത് നമ്പേഴ്സ് മാച്ചിങ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ സെലക്ഷൻ സെറ്റ് ഇൻ ഡ്രോയിങ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടാത്ത പോയിന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ പോയിന്റ്സ് ഒന്നും പോണ്ടില് ആഡ് ചെയ്യണ്ട, ടോപ്പിലത്തെ മാത്രം മതി. അപ്പൊ അത്രയും പോയിന്റ്സ് സെലക്ട് ചെയ്ത് എന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്തു. അത് ഫോണ്ട് എന്ന് പറയുന്നതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി റീജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നുള്ള റീജനറേറ്റ് ഓപ്ഷൻ കൊടുത്ത് എന്റർ ക്ലിക്ക് ചെയ്യാം. അപ്പൊ റീജനറേറ്റ് ആയി ആ പോയിന്റ്സ് എല്ലാം പോയിട്ടുണ്ട്. ഇവിടെ മാത്രം ഫോണ്ടിന്റെ പോയിന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് പോയിന്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്.